ISSD. ഇനി പഠിക്കാം, ജയിക്കാം, നയിക്കാം. 21-ാമത്തെ വയസ്സിൽ ലൈഫ് സെറ്റാക്കുക എന്ന് പറയുന്നതാണ് ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്ന പുതിയ കാലത്തിലെ ഏറ്റവും വലിയൊരു കോമ്പറ്റീഷൻ. ഇതൊരു നിസ്സാരമായ കാര്യമല്ല. ഇപ്പോൾ ഈ പുതിയ AI കാലത്ത് ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു നേരത്തെ വിജ്ഞാനം വരുമ്പോൾ. AI കാലത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ AI അനന്തമായ സാധ്യതകളുണ്ട്. അത് ChatGPT ആയാലും ജെമിനി ആയാലും നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഏത് ടൂളുകളായാലും ഈ അനന്തമായ സാധ്യതകളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും നന്നായി നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഏറ്റവും ആപ്റ്റായിട്ട് പ്രോംപ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അങ്ങനെ പ്രോംപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതിൽ നിന്ന് എടുക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഈ കൊച്ചി നഗരത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, അല്ലെങ്കിൽ കോഴിക്കോട് അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരത്തിലേക്ക് ചെല്ലുമ്പോൾ തന്നെ കാണുന്നൊരു വലിയ പരസ്യ ബോർഡുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പുതിയ സാധ്യതകളെ പരിശോധിക്കുന്ന ഒരു ടീമിൻ്റെ പരസ്യമാണ്. വലിയ സിനിമാ നടന്മാരെയൊക്കെ വെച്ചിട്ടുള്ള പരസ്യമാണ്. അതിലെ വാചകം തന്നെ എങ്ങനെയാണ്? 21-ാമത്തെ വയസ്സിൽ ലൈഫ് സെറ്റാക്കാം എന്നാണ്. 21-ാമത്തെ വയസ്സിൽ ലൈഫ് സെറ്റാക്കുക എന്ന് പറയുന്നതാണ് ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്ന പുതിയ കാലത്തിലെ ഏറ്റവും വലിയൊരു കോമ്പറ്റീഷൻ. ഇതൊരു നിസ്സാരമായ കാര്യമല്ല. നേരത്തെ അങ്ങനെ ഒരു കാഴ്ചപ്പാട് അത്രമേൽ നമ്മുടെ പഠിക്കുന്ന കുട്ടികൾക്കിടയിലോ തലമുറയിലോ ഉണ്ടായിരുന്നില്ല. ഇപ്പം അതുകൊണ്ട് ഗുണപരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പഠിക്കുന്നതിന് കൃത്യമായ ഒരു ധാരണ അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് നമ്മളുടെ കുട്ടികളിൽ നന്നായിട്ടുണ്ട്. ഒരു ജോബ് എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ടൊരു ലൈഫാണ് അതിൻ്റെ പുറകിലുള്ളത്. ലൈഫിനെ സെറ്റാക്കി എടുക്കാം എന്ന് പറയുന്നത്. ലൈഫ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്വപ്നങ്ങളുണ്ടാവും. ആ സ്വപ്നങ്ങളിൽ നമ്മൾ കണ്ടെത്തേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഒറ്റയ്ക്ക് എന്തായാലും ജീവിക്കാൻ കഴിയില്ലല്ലോ. സാമൂഹ്യമായിട്ടേ ജീവിക്കാൻ പറ്റൂ. അതിൽ കുടുംബം ഉണ്ടാവും, അയൽപക്കം ഉണ്ടാകും, സമൂഹം ഉണ്ടാവും, രാജ്യം ഉണ്ടാകും, പാരസ്പര്യത്തിൻ്റെ പല ധാരണകളും കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് വളരെ മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് മാത്രമാണ് ലൈഫ് സെറ്റാവുക എന്ന് പറയുന്നതിൽ ഉള്ളത് എന്ന് വിചാരിക്കേണ്ടതില്ല. അത്തരത്തിലൊരു പഠിക്കുന്നത് എവിടെയെങ്കിലും കൃത്യമായ പോയിന്റിൽ എത്തിക്കുക എന്ന് പറയുന്നതാണ് നമ്മളുടെ ഒരു സക്സസ്ഫുൾ ആകുക എന്ന് പറയുന്ന കാര്യം ലൈഫിൽ, പഠനത്തിലും പ്രത്യേകിച്ച്. ഇന്ന് നമ്മളിപ്പോൾ ഈ എല്ലാം അടിമുടിയൊന്നും മാറ്റിയെടുക്കാനാവില്ല. നമ്മൾ പഠിച്ചു വരുന്നത് 1-ാം ക്ലാസ് മുതൽ LKG മുതൽ UKG മുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങളിങ്ങനെ പഠിക്കുന്ന കാര്യങ്ങളിൽ എന്തൊക്കെയാണ് നമുക്ക് ഉപകാരപ്പെടുക എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ അത്ഭുതമാണ്. നമ്മൾ പഠിച്ചു വെച്ചാൽ നമ്മളുടെ ടേസ്റ്റിന് ഒരിക്കലും ഗുണപ്രദമല്ലാത്ത, നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ ഒരു കാലത്തും ഉപയോഗിക്കാൻ കഴിയാത്ത എന്തെല്ലാം ടേമുകളാണ്, എന്തെല്ലാമാണ് നമ്മൾ പലപ്പോഴും കാണാതെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരിക്കൽ ഞങ്ങളൊക്കെ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് ഒരു സംഘത്തിൻ്റെ കൂടെ ഞാൻ ഫിൻലൻഡിൽ പോയത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം അതാണ്. നിങ്ങൾ പഠിച്ചു വന്ന കാര്യങ്ങളിൽ അന്ന് വന്നിരുന്നവരോട് ചോദിക്കുന്നുണ്ട്, ഏതെല്ലാം കാര്യങ്ങൾ ജീവിതത്തിൽ പിന്നീട് നിങ്ങൾക്ക് ഉപകാരപ്പെടാം, നിങ്ങൾക്ക് എന്ന നിലക്ക് മാത്രമല്ല നിങ്ങളെക്കൊണ്ട് സമൂഹത്തിന് ഉപകാരപ്രദമാക്കിയെടുക്കാം. അപ്പോൾ വളരെ കുറച്ചാണ് ഇതിനകത്തുണ്ടാവുക. ഇപ്പം ഈ പുതിയ AI കാലത്ത് ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു നേരത്തെ വിജ്ഞാനം വരുമ്പോൾ. AI കാലത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, AI അനന്തമായ സാധ്യതകളുണ്ട്. അത് ChatGPT ആയാലും ജെമിനി ആയാലും നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഏത് ടൂളുകളായാലും ഈ അനന്തമായ സാധ്യതകളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും നന്നായി നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഏറ്റവും ആപ്റ്റായിട്ട് പ്രോംപ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അങ്ങനെ പ്രോംപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതിൽ നിന്ന് എടുക്കാൻ കഴിയുള്ളൂ. നമ്മളുടെ സമയത്തെ അങ്ങനെ ഗുണപരമായിട്ട്, ഇപ്പോൾ ഈ പൊതുവേ പുതിയ തലമുറയുടെ ആളുകളെ പേടിപ്പിക്കാൻ വേണ്ടി ആളുകൾ പറയുന്നൊരു കാര്യം എപ്പോഴും, അത് ഏത് കാലത്തെ കേൾക്കാൻ തുടങ്ങിയതാണ്, ഇതൊരു അപകടകരമായ കാലമാണ്, ഇതൊരു TV വന്നപ്പം പറഞ്ഞു, റേഡിയോ വന്നപ്പം പറഞ്ഞു, ഇൻ്റർനെറ്റ് വന്നപ്പോൾ പറഞ്ഞു, മൊബൈൽ വന്നപ്പോൾ പറഞ്ഞു, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. AI വെല്ലുവിളികൾ എന്നല്ല ഡിസ്കസ് ചെയ്യേണ്ടത്, AI സാധ്യതകൾ എന്നാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. നമ്മൾ ഈ വെല്ലുവിളി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുമ്പിൽ പകച്ചു നിന്നാൽ പിന്നെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനാവില്ല. സാധ്യതകളെക്കുറിച്ചാണ് പഠിക്കേണ്ടത്, സാധ്യതകളെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു തലമുറയുടെ മുമ്പിലാണ് ഒരുപക്ഷെ കണക്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പുതിയ കാലത്തെയും നിങ്ങളെയും പിരിയാനാവാത്ത വണ്ണം ചേർത്ത് വെക്കുന്ന ഒരു രസമുള്ള പേരുമാണത്.
ഞാൻ IBA അല്ലെങ്കിൽ അതിന് സെലക്ട് ചെയ്തവരെ ഞാൻ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്, അല്ലെങ്കിൽ അഭിനന്ദിക്കുക കൂടി ചെയ്യുകയാണ്. നല്ല ആ പേരിന് തന്നെ ഒരു പ്രത്യേകിച്ച് പുതിയ കാലത്തോട് പുതിയ ടെക്നോളജിയോട് സംവദിക്കാനുള്ള നിങ്ങളുടെ അതിൻ്റെ ഒരു കണക്ടിവിറ്റികളെ അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. മനോഹരമായിട്ട് നിങ്ങൾക്ക് പുതിയ കാലത്തിൽ ഇടപെടൽ പകച്ചു നിൽക്കാനേ പാടില്ല എന്നുള്ളതാണ്. പണ്ടൊക്കെ ആണെങ്കിൽ അതിന്, കാരണം അങ്ങനെ വളരെ വേഗത്തിൽ വരുന്ന മാറ്റത്തിനനുസരിച്ചുള്ള അത്രമേൽ ഉള്ള തോട്ട് പ്രോസസ്സും അതിന് കഴിയുന്ന കപ്പാസിറ്റിയൊക്കെ നമ്മുടെ തലമുറയിലെ ആളുകൾക്ക് നന്നായിട്ടുണ്ട്. വിഭ്രാന്തിയില്ലാതെ ഈ ടെക്നോളജിയെ സമീപിക്കാൻ അതിന് താല്പര്യമുള്ള എല്ലാവരെയും ചേർക്കുന്ന ഒരു ടീമായിട്ടാണ് ഇപ്പോൾ അതിനെയാണ് IBയുടെ ലീഡർഷിപ്പിനകത്ത് നിന്ന് ഇവിടെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. ഞാൻ എല്ലാ കുട്ടികളോടും പറയണത്, നിങ്ങളുടെ സുഹൃത്തുക്കളോടും നിങ്ങൾ പറയേണ്ടത്, ഇതിനകത്ത് ഇത്തരം ചില സാധ്യതകൾ ആണ്. ഇപ്പോൾ ഇവരുടെ സർട്ടിഫിക്കറ്റ് പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയെ സജ്ജമാക്കാൻ അല്ലെങ്കിൽ ഉപകാരപ്പെടുന്നതാണ്. അത്രമേൽ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളോടും എല്ലാവരോടും പരമാവധി ആളുകൾക്ക് ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് കടന്നു വരാനുള്ള അതിലേക്ക് പ്രേരിപ്പിക്കേണ്ടത് നിങ്ങളൊക്കെയാണ്. നിങ്ങളുടെ പ്ലാറ്റ്ഫോമുകൾ എല്ലാവർക്കും ഇന്ന് സ്വതന്ത്രമായിട്ടുള്ള ഒരു അഭിപ്രായ ലോകമുണ്ട്. പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നില്ല. നമ്മളൊന്നും ഒരു സമയത്ത് അങ്ങനെയൊന്നും നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യണം. ഇന്ന് നിങ്ങൾക്ക് അഭിപ്രായം പറയാവുന്ന ഒരു ഓൾട്ടർനേറ്റീവ് വേൾഡ് നിങ്ങൾ തന്നെ ഈ ടെക്നോളജിയുടെ കാലത്ത് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് സംസാരിക്കാവുന്ന ഇടം, നിങ്ങൾക്ക് താല്പര്യമുള്ളവരുടെ മാത്രം ഒരു ഇടം, അങ്ങനെയൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നിങ്ങൾ പരമാവധി കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാവുന്ന ഒരു ഉപകാരം, ഇതിനകത്ത് അവർ അംഗമാവുക അല്ലെങ്കിൽ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് ഭാവിയെ സുരക്ഷിതമാക്കാവുന്ന ഈ പഠിക്കുക എന്ന് പറയുന്നത്, ഈ പണ്ടത്തെ ഒരു സിനിമയിൽ ഇന്നസെന്റ് എന്താണ് മുകേഷിനോടല്ല ജഗദീഷിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തിനാ പഠിക്കണമെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതുപോലത്തെ ഈ എന്തിനാ പഠിക്കണമെന്ന് ചോദിക്കേണ്ടുന്നല്ലാത്തൊരു കാലമാണ്. നിങ്ങൾ പഠിക്കണ എല്ലാ കാര്യങ്ങളിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാം പുതിയ കാലത്തിന് വേണ്ടിയാണെങ്കിൽ അത് പലതരത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാവും. അതുകൊണ്ട് ഇതിനകത്ത് അംഗമാവാൻ നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങൾ പറയുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുകയും ഈ അവസരത്തെ ഈ തലമുറയിലെ പുതിയ കുട്ടികളുടെ കുതിച്ചുചാട്ടത്തിന് ഉപകാരപ്രദമാം വിധത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, ഈ ചടങ്ങ് വളരെ ഹൃദ്യമായിട്ടുള്ള എന്നാൽ ഇന്നോവേറ്റീവായിട്ടുള്ള പുതിയ തലമുറയോട് സംസാരിക്കാൻ അല്ലെങ്കിൽ നമ്മളെ ഗൈഡ് ചെയ്യാൻ മാത്രം പ്രാപ്തമായൊരു തലമുറയാണ് ഞങ്ങളൊക്കെ. എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ ഈ ടെക്നോളജിയുടെ കാലത്ത് എന്തിനും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മളുടെ മോസ്റ്റ് ജൂനിയർ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അവരോട് പറയാൻ മടി കാണിച്ചാൽ നമ്മളിങ്ങനെ നിന്നു പോകുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും ചെറിയ കുട്ടിയാണെങ്കിലും അവരെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരിക. കാരണം അവരുടെ IQ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പുതിയ കാലത്തെ ടെക്നോളജിയുടെ അവരുടെ അവഗാഹം എന്ന് പറയുന്നത്, അവരുടെ ലാംഗ്വേജാണ് ടെക്നോളജി ഇന്നത്തെ കാലത്ത്. അപ്പോൾ അവരെ ഉപയോഗിക്കുക എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു, ഗവൺമെൻറ്റിൻ്റെ പാർട്ട് എന്നുള്ളതൊക്കെ ഞാൻ പറയാണ്. നമ്മൾ കേരളത്തിലാണ്, ഭയങ്കര സാധ്യതയാണ്, ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന ഒരു തരം വീരവാദം ഉയർത്തുന്ന ആളുകളാണ് നമ്മൾ. പക്ഷെ അങ്ങനെ ഒരു വീരവാദത്തിലൊന്നും സത്യത്തിൽ നിങ്ങൾ അഭിരമിച്ചു പോകരുത്. കോമ്പറ്റീവ് ആവുന്ന ഒരു ലോകത്ത് അത്ര വലിയ സാധ്യതകളൊന്നും നമ്മളുടെ നാട്ടിൽ ഉണ്ട് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. കിട്ടാവുന്ന സാധ്യതകൾ ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നായാലും അത് ലഭ്യമാക്കി ഈ ഒരു ഗ്ലോബൽ വില്ലേജിൽ എല്ലാവരുടെയും സാധ്യതകളെ ഉപയോഗിക്കാൻ കഴിയുന്ന പുതിയ നല്ല കുട്ടികളായിട്ട് നിങ്ങൾ ഈ കണക്റ്റിനെ ഉപയോഗിക്കാൻ കഴിയട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എന്നെ ക്ഷണിച്ചതിന് നന്ദി പറഞ്ഞതുകൊണ്ടും ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ജയ് ഹിന്ദ്.